മൂപ്പർക്ക് വേണമെങ്കിലേ പടച്ചോ പുറത്തു കൊടുത്തു. ഹക്കീമേ അതൊന്നും നടക്കൂല. അസ്സലാമു ആ ആ എന്താണ് ആ എന്താ എന്താ ഹജ്ജിന് പോണ വിവരം എല്ലാവരോടും ആരും പറ്റിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ സ്ഥലത്തും കൂടി പറയാനുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പോയല്ലോ ഇപ്പൊ ഇല്ലല്ല ഞാൻ മൂപ്പര് വന്നീന് ഇവര് ഹജ്ജിന് പോകണ്ടല്ലോ. അപ്പൊ അതിന്റെ പൊരുത്തപ്പെടണമെന്ന് ഒക്കെ പറയാൻ വേണ്ടിട്ട് വന്നതാ. അന്നെ സമ്മതിച്ചിക്കണ ആ ജാതി ദ്രോഹമൊക്കെ എനിക്ക് ചെയ്തിട്ടേ ചെറിയ ദ്രോഹം എനിക്ക് അയാൾ ചെയ്തിക്കണ്. ആ സ്ഥലം ജീവിച്ചില്ലേ അയാളെ ഒറ്റ കാരണത്താല് എന്റെ പെണ്ണുങ്ങള് സുഖമില്ലാതെ കിടക്കുമ്പോ അയാളെ തൊടുകൂടെ വണ്ടി കൊണ്ടതിനല്ല പ്രശ്നമൊക്കെ മുഴുവൻ ഉണ്ടായത്. എന്നിട്ട് അയാൾക്ക് പുറത്തു കൊടുക്കാറ് എന്നെ ഞാൻ സമ്മതിച്ചെന്നെ. ആരെ പറഞ്ഞപ്പോ ഞാൻ പൊരുത്തു കൊടുത്തു? പുറത്തു കൊടുത്തിട്ടില്ലേ? അയാൾക്ക് ഞാൻ പുറത്തു കൊടുക്കണം. ഞാനും എന്റെ കുടുംബം അനുഭവിച്ച വേദന ഉണ്ടല്ലോ ഇന്ന് ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു വാടക പരിക്ക് പോയിട്ട്. എന്റെ കഥ എന്തൊരു മനസ്സിനാൻ കഴിച്ചൊക്കെ ആ ചെന്നുകാണ്ട് ഇപ്പൊ തന്നെ വണ്ടി എടുക്ക് ചെല്ല്. വണ്ടി ഇച്ചന്റെ മൂപ്പരോട് ചെന്ന് പറ. ജാതി പകയൊന്നും വെച്ച് നടത്താൻ എവിടേക്കെത്തൂല. ഞാൻ പോയിക്കോളാം. നിങ്ങളിപ്പോ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണ സമയത്ത് നിങ്ങൾ അയാളെ കണ്ടപ്പോ നിങ്ങളെ വണ്ടി കൊണ്ട് പോയല്ലോ. അതെന്താ നിങ്ങൾ പോയി? അത് പറയുകയാണെങ്കില് അയാളം കണ്ണിന്റെ നേരെ കണ്ടൂടാ. അത്രയും മനസ്സിന് വിഷമുണ്ടാക്കിയ സംഭവം ഉണ്ടായി എന്റെ കുട്ടിന്റെ കല്യാണത്തിന്. വെള്ളല്ലേ ഞാൻ ആ കല്യാണത്തിന് ഇറങ്ങാറാത് ചില്ലറ ഇറങ്ങാറാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുമ്പോ എപ്പോഴും ആ ദീണും വരും എന്റെ മനസ്സിൽ. അയാളെ കാണുമ്പോ എന്താണ് എനിക്കൊരു ജാതി. മൂപ്പർക്ക് വേണമെങ്കിലേ പടച്ചോ പുറത്തു കൊടുത്തോട്ടെ. മനസ്സിലായോ?